സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എക്കാലത്തും വലിയ പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ പ്രമുഖ സ്ഥാപനമാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന മന്ത്രി വി അബ്ദുറഹ്മാൻ. തിരൂർ മലബാർ ജ്വല്ലറിയുടെ കീഴിൽ 16 നിർധന കുടുംബങ്ങൾക്കുള്ള ഭവന നിർമ്മാണ ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ സ്റ്റേറ്റിലും അവര് ഏറ്റവും പട്ടിണിയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ ഭക്ഷണം നൽകുന്നു. മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് നടന്നൊരു മീറ്റിംഗിൽ മലബാർ ഗ്രൂപ്പിന്റെ ചെയർമാൻ തന്നെ പറഞ്ഞത് 3 ജില്ലകൾ അവരെ ഏൽപ്പിച്ചാൽ അതിൽ മുഴുവൻ ആളുകൾ അവര് ഭക്ഷണം നൽകാമെന്ന്. അതിനുശേഷം പിന്നീട് അത് മലബാറിൽ മുഴുവൻ നൽകാമെന്നും പറഞ്ഞു. പക്ഷെ അതിൻ്റെ സിസ്റ്റം വേറെ നമ്മൾ കണ്ടെത്തിയ സിസ്റ്റം. അതുകൊണ്ടാണ് അന്ന് മലബാർ ഗ്രൂപ്പുമായി ഗവൺമെന്റ് ഒരു ടൈപ്പിലേക്ക് പോകാതെ. ഇന്ന് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ചെറുതും കൂടി കുറഞ്ഞു നിൽക്കും. അത് ലോകത്തിൻ്റെ ഒരു നിലനിൽപ്പാണ്. അത് പ്രത്യേകമായിട്ടുള്ളതൊന്നുമല്ല. അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളത് ആണ് എല്ലാവരും ചേർന്ന് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പൊതുവെ ഇന്ത്യയിലെ പൊതുസ്ഥിതി എന്നുള്ളത് ഒരു വിഭാഗം ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു, ഒരു വിഭാഗം ഉയർന്നു വരുന്നു എന്നുള്ള ബഹുമാനപ്പെട്ട MLA-യുടെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. പക്ഷെ കേരളം അങ്ങനെയല്ല. കേരളം വളരെ വ്യത്യസ്തമാണ്. നമ്മളുടെ രീതി വളരെ വ്യത്യസ്തമാണ്. എല്ലാവരെയും വളർത്തിക്കൊണ്ടുവരിക, എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 5 ലക്ഷം വീടുകളുടെ കാര്യം പ്രഖ്യാപിച്ചത്. പക്ഷെ ആ ഒരു പദ്ധതിയിൽ പോലും ഉൾപ്പെടാത്ത ആളുകളെയാണ് മലബാർ ഗ്രൂപ്പ് തെരഞ്ഞെടുത്ത് അവരുടെ വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സഹായിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഇപ്പോൾ ഗവൺമെന്റ് നോംസിൽ പെടുന്ന ആളുകൾക്ക് ഗവൺമെന്റിനോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ പണം കിട്ടും. പക്ഷെ ഇവിടെ അങ്ങനെയാണ്. പലപ്പോഴും ഈ ഉള്ള പണം സ്വരൂപിച്ചെടുത്ത് അതിൽ നിന്ന് ഒരു വീട് പണിത് വരുമ്പോഴായിരിക്കും പണം തികയാതെ വരിക. വാർപ്പ് ഇടാനൊക്കെ ഉണ്ട്. ഒരു വാർപ്പിട്ട് കഴിഞ്ഞാലുള്ള കാര്യം അതിനുള്ളിൽ എങ്ങനെയെങ്കിലും താമസിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ താനൂരിൽ തന്നെ വന്ന 8ഓളം അപേക്ഷകൾ എനിക്ക് കൃത്യമായി അറിയുന്നതാണ്. അതെല്ലാം തന്നെ ഞാൻ തന്നെ നേരിട്ട് ശുപാർശ ചെയ്ത അപേക്ഷകളാണ്. അപ്പോൾ ആ ഒരു അവരുടെ സാഹചര്യം കൃത്യമായി അറിയാം. എങ്ങനെയാണ് അത് അവരുടെ ഒരു ബുദ്ധിമുട്ടുകൾ നേരിട്ട് അറിയുന്നതാണ്. അവിടെയാണ് മലബാർ ഗ്രൂപ്പ് അവരെ സഹായിക്കും. തിരൂർ പ്രകാശ് റിവർ വ്യൂ ഹോട്ടൽ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കുറുക്കോളി മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സോണൽ ഹെഡ് TK അഷ്മർ സ്വാഗതം പറഞ്ഞു. കൌൺസിലർ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, DCC ജനറൽ സെക്രട്ടറി യാസിർ പൊട്ടച്ചോല, BJP മണ്ഡലം പ്രസിഡന്റ് രമ ഷാജി, ഫാദർ ജോസ് മണ്ണാച്ചിറക്കൽ, NSS തിരൂർ താലൂക്ക് യൂണിയൻ സെക്രട്ടറി മഹേഷ് കുമാർ, SNDP യൂണിയൻ പ്രസിഡന്റ് KR ബാലൻ, തിരൂർ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് PA ബാവ, അൻവർ സാദത്ത്, ഡോക്ടർ ഹസൻ ബാബു, ഷെരീഫ് അബി, PS സലാം, അബ്ദുൽ നാസർ, മുഹമ്മദ് നസീഫ് തുടങ്ങിയവർ സംസാരിച്ചു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തിരൂർ ഷോറൂം ഹെഡ് VV അബ്ദുൽ സലീം നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ടുഡേ തിരൂർ.